കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല ഭിന്നശേഷി ദിനാചരണം തൃശൂരിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന ആശയത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. ഉണർവ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഭിന്നശേഷി വ്യക്തികളുടെ കഴിവുകൾ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള വേദിയായി മാറി. ചടങ്ങിൽ സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷി പുരസ്കാര സമർപ്പണവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്ന ഏറ്റവും മികച്ച NSS, NCC, SPC യൂണിറ്റിനുള്ള സഹചാരി പുരസ്കാര സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. ഭിന്നശേഷി വിഭാഗത്തിൽ 32 സ്റ്റേറ്റ് അവാർഡുകളും ജില്ലയിലെ ബിരുദാനന്തര കോഴ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള വിജയാമൃതം അവാർഡ് ദാനവും നടന്നു. പ്രചോദനാത്മകമായ പ്രഭാഷണം നടത്തിയ കലാപ്രതിഭയായ മാസ്റ്റർ മുഹമ്മദ് യാസിനെയും സെറിബ്രൽ പൾസിയെ അതിജീവിച്ച് നവാഗത സംവിധായകനായി ഉയർന്ന രാകേഷ് കൃഷ്ണൻ കൂരമ്പാലയെയും ആദരിച്ചു. തൃശൂർ MLA P. ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ പ്രിയങ്ക G, MLA-മാരായ E.T. ടൈസൺ, K. രാമചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, N.K. അക്ബർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ P.T. ബാബുരാജ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ജയ ഡാലി, തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ശ്യാമള മുരളീധരൻ, നിംബർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ C. ചന്ദ്രബാബു, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ എന്നിവർ സംസാരിച്ചു. കേരള സർക്കാർ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ നയിച്ച കീബോർഡ് സംഗീത വിരുന്നും അണിയാത്ര റിഥം ആർട്ട് ഗ്രൂപ്പിന്റെ കലാവിരുന്നും ഭിന്നശേഷി സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ കലാപരിപാടികളും വേദിയിൽ നിറഞ്ഞ കയ്യടി നേടി. ജനപ്രതിനിധികളും സംസ്ഥാനത്തെ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളും സംഘടനാ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് ഉൾപ്പെടെ 3 NCC കേഡറ്റുകളെ പ്രത്യേകം ചടങ്ങിൽ ആദരിച്ചു.